നമുക്ക് അജയുടെയും ഭൂമിയുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിലെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൻ്റെ വിവാഹ നിശ്ചയം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അജയ്ക്ക് സഹിച്ചില്ല. അജയുടെ മനസ്സ് മുഴുവൻ നയനയായിരുന്നു. താൻ മനസ്സിലൊരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നയനയെ മാത്രമാണ്. അവളല്ലാതെ തൻ്റെ മനസ്സിൽ വേറൊരു പെണ്ണുമില്ല. ഒരു കാരണവശാലും തനിക്ക് അഞ്ജനയെ വിവാഹം കഴിക്കാനായിട്ട് പറ്റില്ല. അതിനിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ശരി എന്നൊരു തീരുമാനം അജയ് എടുക്കുന്നുണ്ട്. ആ സമയത്ത് ഭൂമി ഹോട്ടലിലേക്ക് വന്നു. ശങ്കരനാരായണ സാറിനെ കാണാതെ തനിക്കിനി മടങ്ങാനായിട്ട് പറ്റില്ല. സാറിനെ കാണണം, സാറിൻ്റെ കുറച്ച് നിയമോപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ തേടണം എന്നൊരു ചിന്ത മാത്രമേ ഭൂമിയുടെ അരിയിലുണ്ടായിരുന്നുള്ളൂ. കാരണം ഭൂമിക്ക് വേറെ നിവൃത്തിയില്ല. ഒരു പക്ഷേ ശങ്കര സാറിനെ കാണുവാണെങ്കിൽ, സാറ് ക്രിമിനോളജി പഠിപ്പിച്ചാണ്, അപ്പം തൻ്റെ അമ്മയുടെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്താനായിട്ട്, ഒരു പക്ഷേ അമ്മയുടെ അല്ല തൻ്റെ അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്താനായിട്ട് ഒരു പക്ഷേ തനിക്ക് കഴിഞ്ഞേക്കും എന്നൊരു ചിന്ത ഭൂമിയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഭൂമി മുറിയിലേക്ക് വന്ന് ഭാഗമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ അച്ഛൻ എന്തിനു വേദന തന്നോടൊപ്പം ഉണ്ട് എന്നൊരു ചിന്തയായിരുന്നു. അതേ സമയത്ത് കമാല് പിന്നാലെ തന്നെ വരുന്നുണ്ട്. കമാല് വന്നു. അവൾ അവിടെ മുറിയെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി ഭൂമി. അപ്പോൾ ഇവിടെ മുറിയെടുത്തിരിക്കുക. ഒരു പക്ഷേ അവളുടെ കയ്യിൽ ആ കത്ത് കാണും. എത്രയും പെട്ടെന്ന് ആ കത്ത് കൈയടക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കമാല് തൊട്ടടുത്ത മുറി തന്നെ എടുക്കുവാണ്. ഇനി അപ്പോൾ അവൾ പോകുന്നോടം വരെ അവളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അവൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ആ കത്ത് കൈ കിട്ടുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഒടുവിൽ ഭവാനിയെ വിളിച്ചിട്ട് പറഞ്ഞു, അവളെ ഞാൻ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് മാഡം. അവൾ ഹോട്ടൽ റൂം എടുത്തു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ റൂം എടുത്തിട്ടുണ്ട്. എന്ത് കാണിച്ചിട്ടാണ് ശരി കമാലെ, എനിക്ക് ആ കത്ത് കിട്ടിയേ മതിയാവുള്ളൂ. അതൊക്കെ ഞാൻ ഏറ്റു മാഡം. മാഡം ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ഭൂമിക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നിയിട്ടുണ്ടായിരുന്നു. തന്നെ ആരോ പിന്തുടരുന്നു എന്നൊരു ചിന്ത ഭൂമിയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഭൂമി എന്ത് ചെയ്തു? ഭൂമിയുടെക്ക് ഒരു സംശയം തോന്നിയത് ഒരു പക്ഷേ ആ കത്തായിരിക്കും അവരുടെ ലക്ഷ്യം. തൻ്റെ അച്ഛനെ കൊന്ന കൊലയാളിയുടെ ലക്ഷ്യം ഒരു പക്ഷേ ആ കത്തായിരിക്കുമോ? തന്നെ പിന്തുടർന്ന് വരുന്നതിൻ്റെ കാരണം അതായിരിക്കുമോ? തൻ്റെ അച്ഛനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കത്തിനകത്ത്, എന്നെ കൊല്ലും. അതുമാത്രമല്ല, എന്നെ കൊന്നവരെ മോളെയും വെറുതെ വിടില്ല. ചിലപ്പോൾ ഞാൻ ഈ കത്തെഴുതി കഴിഞ്ഞാലും ഇത് വായിക്കുന്ന സമയത്ത്, നീ ഇത് വായിക്കുന്ന സമയത്ത് ഞാൻ ജീവനോടെ ഉണ്ടായിരിക്കില്ല. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ കത്ത് എഴുതി വെച്ചിരുന്നേ. അപ്പോൾ ആ ഭൂമിക്ക് നല്ലതായിട്ട് ഒരു ബോധ്യമുണ്ട്. ഒരു പക്ഷേ ഈ കത്ത് തൻ്റെ അച്ഛൻ എഴുതിയ ഈ കത്ത് വാങ്ങാനായിരിക്കുമോ? അതായത് ഈ കത്തിനകത്ത് എന്താ എഴുതിയേക്കുന്നതെന്ന് ശത്രുവിനൊരു ബോധം ഉണ്ടായിരിക്കില്ല. കാരണം എന്താ ഏതാണെന്നും അറിയത്തില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ അവർ ഭയക്കുന്നുണ്ടായിരിക്കും. ഈ കത്തിൻ്റെ ഉള്ളടക്കം അറിയാനായിട്ട് അവർക്കൊരാകാംക്ഷ കാണും. അതുകൊണ്ട് ഈ കത്തിന് വേണ്ടിയിട്ടായിരിക്കും പിന്തുടർന്ന് വരുന്നത്. ഒന്നെങ്കിൽ കത്ത് അല്ലെങ്കിൽ താന്, ഇത് രണ്ടിലേതിലും ഒന്നാ. പക്ഷേങ്കിൽ കത്താണെങ്കിൽ ഒരു കാരണവശാലും അവരുടെ കയ്യിൽ കിട്ടിക്കൂടാ എന്നൊരു ചിന്ത ഭൂമിയുടെ മനസ്സിലുണ്ട്. ഭൂമി രണ്ടും കൽപ്പിച്ച് തന്നെയായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോണം. പിറ്റേ ദിവസം ഭൂമി എന്ത് ചെയ്തു? ഭൂമിക്ക് തോന്നി താൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ തൻ്റെ പിന്നാലെ ആരോ വരുന്നുണ്ടെന്ന്. ഭൂമി പിന്നീട് പിറ്റേ ദിവസം പുറത്തേക്ക് പോവാണ്. അപ്പം ശങ്കരനാരായണനെ കാണാം. 10 മണിയാകുമ്പോഴത്തേന് സാറ് അവിടെ വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഭൂമി കാണാനായിട്ട് പോവുകയാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കമാല് മുറിയിലേക്ക് വന്നു. കമാല് മുറി തുറന്ന് മുറിക്കകത്ത് കയറുവാണ്. അങ്ങനെ മുറിക്കകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേന് ഭൂമിയുടെ ബാക്കി അവിടെ ഇരിക്കുന്നുണ്ടോ. അതിനകത്തുനിന്ന് എന്ത് ചെയ്തു? ആ കത്തെടുക്കുകയാണ്. ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അപ്പം തന്നെ ഭവാനിയെ വിളിച്ചു. ഭവാനിയെ വിളിച്ചിട്ട് വിളിച്ചു, മാഡം കത്ത് കിട്ടിയെന്ന് പറഞ്ഞു. ആണോ? എങ്കിൽ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് തന്നെ പോരെ. നീ ആ കത്ത് പൊട്ടിക്കുകയോ പോലും വേണ്ട, ഉടനെ തന്നെ നീ ഇവിടെ എത്തണമെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് എൻ്റെ കയ്യിൽ കത്ത് കിട്ടണമെന്ന് പറഞ്ഞു. ശരി മാഡെന്ന് പറഞ്ഞു. അങ്ങനെ കമാൽ എന്ത് ചെയ്തു? ആ കത്തുമായിട്ട് പോവുകയാണ്. അതേ സമയത്ത് ഭൂമി ശങ്കരനാരായണനെ കാണാൻ ചെന്നു. ശങ്കരനാരായണനെ കണ്ട് തൻ്റെ കാര്യങ്ങളൊക്കെ പറയണേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ ഭയങ്കര വിഷമമായി. കാരണം അയാൾക്ക് മനസ്സിലായി ഭൂമി എത്രമാത്രം തൻ്റെ അച്ഛനെ സ്നേഹിച്ചിരുന്നു. അതുമാത്രമല്ല, ഇപ്പം അമ്മ ജയിലിലുമാണ്. അദ്ദേഹം കുറേയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഭൂമിയോട് പറഞ്ഞു, ഭൂമി ഒരിക്കലും നിൻ്റെ അമ്മയല്ല ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ കുറച്ച് പോയിന്റ്സൊക്കെ നീ പറഞ്ഞല്ലോ. കാരണം റിപ്പോർട്ട് കൊടുത്തുവിട്ടില്ലെങ്കിലും ഭൂമി എൻ്റെ അകത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഫോറൻസിക് റിപ്പോർട്ടും കാര്യങ്ങളും അതിനെക്കുറിച്ചെല്ലാം ഭൂമി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അജയ് കുറേ ചീത്ത പറയുകയൊക്കെ ചെയ്ത ഭൂമിയെ. പക്ഷെ ഭൂമിയെ അന്ന് ബാലൻ സാറൊക്കെ സഹായിച്ചുകൊണ്ട് ഭൂമിക്ക് കുറച്ച് തെളിവുകൾ അതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ താൻ കണ്ടെത്തിയ ആ തെളിവുകളൊക്കെ ശങ്കരനാരായണനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ പറഞ്ഞു, ഇതിൻ്റെ പിന്നിൽ ശക്തനായ ഒരു കൊലയാളിയുണ്ട്. ഒരുപക്ഷെ അടുത്ത ലക്ഷ്യം
ഭൂമിയെ തന്നെയായിരിക്കും. ഭൂമി സൂക്ഷിക്കണം. പിന്നെ മുന്നോട്ട് വെക്കുന്ന ഓരോ ചൂടും സൂക്ഷ്മതയോടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമി തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം സാറിനെ അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശങ്കരനാരായണൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ആ ഫോൺ റെഡിയാക്കി എടുക്കണം. ഒരു പക്ഷേ ആ ഫോണിനകത്ത് എന്തെങ്കിലും തെളിവുകൾ കാണുമെന്ന് പറഞ്ഞു. ഭൂമിക്കറിയാം ഒരു പക്ഷേങ്കിൽ ആ ഫോണിനകത്ത് എന്തെങ്കിലും തെളിവുകൾ കാണും. തൻ്റെ അച്ഛനെ കൊന്ന ആരാന്നുള്ള എന്തെങ്കിലും ഒരു വിവരം അതിനകത്തൊന്ന് കിട്ടുമായിരിക്കും എന്നൊരു ചിന്ത. ഒരു പക്ഷെ അയാൾ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരിക്കുമോ? ശത്രുവാണെങ്കിൽ എങ്ങനെയെങ്കിലും അച്ഛനെ ചിലപ്പോൾ ബന്ധപ്പെടാതിരിക്കില്ല. അയാളും അച്ഛനും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കുമോ? ഒരു കാരണമില്ലാതെ അച്ഛനെ കൊല്ലാൻ വരത്തില്ല. ഒരുപക്ഷെ അയാൾ അച്ഛനെ ഭയക്കുന്നുണ്ടായിരിക്കും. തൻ്റെ അച്ഛനെ ആരും ഉപദ്രവിക്കാത്ത ആളാ. പക്ഷെ അച്ഛനെ അയാൾ ഭയക്കണമെങ്കിൽ അത്രമേൽ എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു? ഭൂമി ശങ്കരനാരായണൻ്റെ അടുത്തുനിന്ന് തിരികെ ഹോട്ടലിൽ എത്തുമ്പോഴത്തേനും ഭൂമി തുറന്നു നോക്കി, ബാഗ് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ആ കത്തില്ല. ഭൂമിക്ക് ഒരു ചിരി വന്നു. കാരണം ഭൂമി ബുദ്ധിമതിയായിരുന്നു. ഭൂമിക്ക് അറിയായിരുന്നു ആ കത്തിന് വേണ്ടിയിട്ടാണ് തന്നെ പിന്തുടരുന്നെങ്കിൽ ആ കത്ത് അയാൾക്ക് ഒരു കാരണവശാലും കിട്ടില്ലെന്ന്. അപ്പൊ ഭൂമി ഒരു ഡ്യൂപ്ലിക്കേറ്റ് കത്തൊക്കെ എടുത്ത് വെച്ചിട്ട് ഒറിജിനൽ കത്തും കൊണ്ടാ ഭൂമി പോയത്. പക്ഷെ അത് കമാലിന് അറിയണ്ടായിരുന്നില്ല. കമാൽ വിചാരിച്ചോണ്ടിരുന്നേ അച്ഛന് എഴുതിയ കത്തായിരിക്കും അതിനകത്ത് ഇരിക്കുന്ന ഓർത്തോണ്ട് അതും എടുത്തോണ്ടാ പെട്ടെന്ന് തന്നെ പോയത്. അങ്ങനെ അത് കൊണ്ടുപോയി ഭവാനിയെ ഏൽപ്പിക്കുവാണ്. ഭവാനി എന്തോ ചെയ്തു? വല്ലാത്ത സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ കത്ത് പൊട്ടിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് വിവരങ്ങളൊക്കെ അറിയണം. അവൾക്കിട്ട് പണി കൊടുക്കണം. ഒരു കാരണവശാലും ഇനി അവള് ഇതും പൊക്കി പിടിച്ചോണ്ട് വരില്ല. പക്ഷേങ്കിൽ ആ കത്ത് വായിച്ച ഭവാനിക്ക് മനസ്സിലായി താ ഫൂളായെന്നുള്ള കാര്യം. കാരണം ഇത് അച്ഛനും എഴുതിയ കത്തല്ലെന്ന് മനസ്സിലായി. അതറിഞ്ഞ് കഴിയുമ്പോഴത്തേനും കമാലിന് നേരെ ദേഷ്യപ്പെടുവാണ്. താനിത് എവിടെ നോക്കി എടുത്തോണ്ട് വന്നേ? ഇത് ആ കത്തൊന്നും അല്ലാന്ന് പറഞ്ഞു. അല്ല മാഡം, ഇതായിരുന്നു ബാഗിനകത്തുണ്ടായിരുന്ന കത്ത്. അവള് നമ്മളെ പറ്റിച്ചിരിക്കുക. ഇതല്ല കത്ത്. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പോൾ അവളുടെ ബാഗിനകത്ത് ഇതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവളുടെ വീട്ടിനകത്ത് ചിലപ്പോൾ കാണുമായിരിക്കും. അവള് വരുന്നതിന് മുമ്പ് വീട്ടിൽ പോയി ആ കത്ത് എവിടെയാന്ന് വെച്ചാൽ കണ്ടെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കമാലിനെ വേറൊരു സഹായം കൂടെ കൂട്ടി ഭവാനിയും കൂടെ പോവാണ് വീട്ടിൽ നിന്ന് കത്ത് കണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു വീട്ടിലേക്ക് ചെന്ന് വീട് കുത്തി തുറന്ന് അവിടെ മൊത്തം അരിച്ചു പൊറുക്കുവാണ് കത്ത്. പക്ഷെ അവിടെയും കത്ത് കാണുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഭൂമി ഹൈ റേഞ്ചിൽ പോയിട്ട് തിരികെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് അങ്ങോട്ട് വരുന്ന സമയത്ത് വീടിനകത്ത് മൊത്തം വെട്ടം കണ്ടു. ഇതെങ്ങനെ സംഭവിച്ചു? താൻ വീട് പൂട്ടി ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് പോയതാണല്ലോ. ഭൂമി പതുക്കെ അമ്മിൻ്റെ സ്കൂട്ടി വെച്ചിട്ട് ജനല് വഴി അകത്തേക്ക് നോക്കുവാണ്. അകത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് അകത്ത് കമാലും അവരൊക്കെ നിൽക്കുന്ന കണ്ടു. ഭൂമി ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഭൂമിക്ക് മനസ്സിലായി ആ കത്ത് കണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നേന്നുള്ള കാര്യം. അതുമാത്രമല്ല ഭവാനി അവിടെ നിൽക്കുന്ന കണ്ടു. വല്ലാത്തൊരു ഭൂമിക്ക് മനസ്സിലായി ഇനി ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല. എത്രയും പെട്ടെന്ന് ഇത് അജയ് സാറിൻ്റെ കൈ കത്ത് ഏൽപ്പിക്കണം, എങ്കിലും ഒരു സമാധാനമുള്ളൂ. ഭൂമി പെട്ടെന്ന് സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യണം. ഈ സമയത്ത് അവർക്ക് മനസ്സിലായി ഭൂമി വന്നെന്ന്. ഭൂമി തിരികെ പോകുന്നുണ്ടോ മനസ്സിലായി. തങ്ങൾ ഇതിനകത്തുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു പോകുന്ന. ഒരു കാരണവശാലും അവൾ രക്ഷപ്പെടാൻ പാടില്ല. ഇതേ കമാലെ അവളെ കയ്യോടെ പിടികൂടണം. അവൾ രക്ഷപ്പെടാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കമാലുവരൊക്കെ പിന്തുടരുവാണ്. പിന്നാലെ ഭവാനി. അജയ്ക്ക് എങ്ങനെ അവളെ കത്ത് കൊടുത്തിട്ടുണ്ട് തീർന്നുള്ള കാര്യം മനസ്സിലായി. ഈ സമയത്ത് ഭൂമി അജയെ വിളിക്കുവാണ്. അജയെ വിളിച്ചിട്ട് അജയോട് പറഞ്ഞു, അജയ് എനിക്ക് എത്രയും പെട്ടെന്ന് അജയെ കാണണം. ഈ കത്ത് എനിക്ക് അജയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അജയ് പറഞ്ഞു, അതോർത്ത് നീ പേടിക്കണ്ട. ഭൂമി പറഞ്ഞു, എൻ്റെ പിന്നാലെ ആരൊക്കെയുണ്ട്. കാരണം അവരുടെ ലക്ഷ്യം ഈ കത്താണോ ഞാനാണോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അവരെന്നെ പിന്തുടർന്ന് എന്നെ ഇല്ലാതാക്കിയിട്ട് കത്തും കൊണ്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അജയ്ക്ക് മനസ്സിലായി എന്താണെങ്കിലും. ഒടുവിൽ എന്ത് ചെയ്തു? ഭൂമി പോകുമ്പോഴത്തേനും അജയ് പെട്ടെന്ന് ഭൂമിയെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ട് വരുവാണ്. ഭവാനി അവരൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ അജയ് എത്തിയിട്ടുണ്ടായിരുന്നു. ഭവാനി അങ്ങനെ വരുമ്പോഴത്തേനും കാണുന്ന കാഴ്ച റോഡ് സൈഡിൽ ഭൂമി അജയ്ക്ക് ആ കത്ത് കൈമാറുന്നതാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഭവാനിയുടെ ഉള്ള ജീവൻ പോയി. ഭവാനിക്ക് മനസ്സിലായി താൻ പിടിക്കപ്പെടുമെന്ന്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഭവാനി ഒരു നിമിഷം വല്ലാതെ പോയി. അങ്ങനെ തകർന്ന ഹൃദയത്തോട് കൂടിയിട്ടാണ് ഭവാനി വീട്ടിലേക്ക് പോകുന്നത്. ഭവാനിയുടെ ഉള്ള സ്വസ്ഥത സമാധാനമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഉറപ്പായിട്ടും തന്നെ വെറുതെ വിടത്തില്ല. ഈ പറയുന്ന സൗഭാഗ്യവത്തുള്ള എല്ലാവരെയും താൻ പറ്റിക്കുമായിരുന്നു, വഞ്ചിക്കുമായിരുന്നു. അഭിരാമിയാണ് ഭൂമി എന്നുള്ള സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ നേർക്ക് എല്ലാവരും വിരളിച്ചു കൊണ്ടു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേന് സർഗല നിയന്ത്രണം വിട്ടുപോയി. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു? സമതല തെറ്റിയ പോലെ മുറിയിലിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ഭൂമി ഒരു ഭാഗമൊക്കെ തൂക്കിക്കൊണ്ട് അവിടേക്ക് വരുന്നതാണ്. സൗഭാഗ്യപുരത്തേക്ക് വരുവാണ്. അങ്ങനെ ഭൂമി ഭാഗമൊക്കെ തൂക്കിക്കൊണ്ട് വരുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സംഗീതമാണെങ്കിൽ ചെല്ലുന്നേ, മോളോ ഇതെന്താ മോളെ ഭാഗമൊക്കെ ആയിട്ടെന്ന് ചോദിച്ചു.
അതെ ഇനി ഞാനിവിടെ ആൻറ്റി താമസിക്കണമെന്ന് പറഞ്ഞു. ഇവിടെയോ? അതെന്താ? അപ്പോഴേക്കും എല്ലാവരും കൂടെ ഇറങ്ങി വന്നു. ആ സമയം സത്യദാസ് പറഞ്ഞു, അതെ ഭൂമിയുടെ അച്ഛൻ മരിച്ചു പോയില്ലേ, അമ്മ ഇപ്പം ജയിലിലും അല്ലേ, അതുകൊണ്ട് ഭൂമിക്ക് അവിടെ ഒറ്റയ്ക്ക് കഴിയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ മോളെ, അതുകൊണ്ടായിരിക്കും നീ ഇങ്ങോട്ടേക്ക് വന്നില്ലേന്ന് ചോദിച്ചു. അത് കേട്ടതും ഭൂമി പറഞ്ഞു, അതൊന്നുമല്ല. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, മോൾക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, മോളോട് ഞാൻ ഇന്നാള് തൊട്ട് പറയുന്നതല്ലേ, മോൾ ഇവിടെ നിന്ന് കഴിഞ്ഞു, ഒറ്റയ്ക്ക് അവിടെ കഴിയണ്ടെന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോഴേക്കും ഭൂമി പറഞ്ഞു, അതെ ഞാൻ ഇവിടേക്ക് വെറുതെ വന്നതല്ല എന്ന് പറഞ്ഞു. വെറുതെ വന്നതല്ലേ? അല്ല, ഞാനിവിടുത്തെ മുത്തശ്ശിയുടെ കൊച്ചുമോളാന്ന് പറഞ്ഞു. കൊച്ചുമോളോ? എന്റെയോ? നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിച്ചു. ഭവാനിയിലൊരു ഞെട്ടലുണ്ടായി. ഭവാനി പറഞ്ഞു, ഇവിടെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നിരിക്കും അമ്മേ, ഇതൊന്നും വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. ആര് പറഞ്ഞ് കള്ളത്തരം വന്ന്? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ, ഞാനിവിടുത്തെ ചോര തന്നെയാന്ന് പറഞ്ഞു. ഒരു നിമിഷം ഭവാനി ഞെട്ടിപ്പോയി. അപ്പോഴേക്കും അഞ്ജന വന്നിട്ട് പറഞ്ഞു, എടി എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടേക്ക് വന്ന് ഇതൊക്കെ വിളിച്ചു പറയുന്നേ, നിനക്ക് എന്ത് ധൈര്യം അടിയുള്ളേ, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കണം. എവിടെയോ കിടന്നോളൊക്കെ വന്നിട്ട് മകളാന്നും പറഞ്ഞു വന്നിരിക്കുന്നു, നീ ആരുടെ മകളാന്ന് എന്തെന്നാ പറയണേ? ഞാനിവിടെ ഒരാളുടെ മകളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, മോളെ നീ എന്തൊക്കെയാ പറയണേ? നിന്റെ അച്ഛനും അമ്മയും അച്യുതനും അമ്പികയല്ലേ, അത് മാത്രമല്ല അച്ഛൻ മരിച്ചുപോയി, അമ്മ ജയിലിലും അല്ലേ, ഞാനും അങ്ങനെയൊക്കെ തന്നെ വിശ്വസിച്ചുകൊണ്ടിരുന്നേ, എൻ്റെ അച്ഛനും അമ്മയും അവരാന്ന്, പക്ഷെ അതല്ല സത്യം എന്ന് പറഞ്ഞു. പിന്നെയോ ഞാൻ ഈ നിൽക്കുന്ന സത്യദാസിൻ്റെ മകളാന്ന് പറഞ്ഞു. ഒരു നിമിഷം സത്യദാസ് ഞെട്ടിപ്പോയി. ഇതേ തമാശ പറയരുത് ഉമ്മി, ഈ ഒരു കാര്യത്തിൽ നീ തമാശ കളിക്കരുതെന്ന് പറഞ്ഞു. തമാശ പറയുന്നതല്ല അച്ഛാ, ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ. അപ്പോഴേക്കും ഭവാനിയുടെ മുഖത്തെ രക്തമയമൊക്കെ മാറുന്നുപോയി. ഭവാനി ആകെപ്പാടെ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാ സംഭവിക്കണേ? ഭവാനി പറഞ്ഞു, ഇതേ അമ്മേ, ഇവളിങ്ങനെ കള്ളത്തരം പറയും, വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊന്നും വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, അല്ല നീ അങ്ങനെ പറയുന്നുണ്ട്, അതിന് തെളിവ് എന്തെങ്കിലും ഉണ്ടോ? ഇതേ ഈ കത്ത്, ഇതെൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി എഴുതിയ കത്ത, ഇതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ ആരുടെ മകളാന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോഴേക്ക് സംഗീത പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? ഈ പറയുന്ന അച്യുതൻ അങ്ങനെ എഴുതി വെച്ചെന്നും പറഞ്ഞുകൊണ്ട് സത്യദാസിന്റെ മകളായിരിക്കുമോ ഇവള്? അതിന് മാത്രം എന്താ തെളിവായിരിക്കുന്നേ? അല്ലാതെ വേറെന്തേലും ഉണ്ടോ പറ, അല്ലാതെ ഒരു കത്തും കൊണ്ട് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. അച്യുതന്റെ മകളല്ലേ നീ, അല്ലാതെ സത്യദാസിന്റെ മകളാന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. സത്യദാസിന് അതും കൂടെ വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഭൂമി പറഞ്ഞു, നിങ്ങൾക്കാർക്കും വിശ്വാസമില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാം, ഒരു തെളിവും കൂടെ തരാമെന്ന് പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് തൻ്റെ ബാഗിനകത്തുനിന്ന് ആ ലോക്കറ്റുള്ള മാലയും കിടക്കുകയാണ്. അത് സൗഭാഗ്യപുരത്തുള്ള എല്ലാവരുടെ അടയാളമാണ്. മുത്തശ്ശി അഭിരാമിക്കും അതുപോലെ ഇതിനു മുമ്പ് ഇട്ട് കൊടുത്തിരിക്കുന്ന അനുപമയ്ക്കും പിന്നെ അഞ്ജനയ്ക്കും ഒക്കെ മാത്രമാണ് ആ മാല ഇതുപോലത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അഭിരാമിയുടെ കഴുത്തിൽ ഇതുപോലത്തെ ഒരു മാലയൊന്നും ഉണ്ടായിരുന്നു. ആ മാല കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. മുത്തശ്ശി മാല പിടിച്ച് നോക്കി. ഇതൊരു അടയാളമാണ്, ഈ കുടുംബത്തിലുള്ള കുട്ടികളുടെ അടയാളമായിരുന്നു. മുത്തശ്ശിക്ക് മനസ്സിലായി ഇത് തൻ്റെ കൊച്ചുമകളാന്ന്. ഒരു നിമിഷം സത്യദാസ് പോലും ഞെട്ടിപ്പോയി. അപ്പോഴേക്കും ഭൂമി ചോദിച്ചു, ഇപ്പം എല്ലാവർക്കും വിശ്വാസം വന്നില്ലേ, ഇത് കണ്ടോന്ന് ചോദിച്ചു. ആ സമയത്ത് സംഗീത പറഞ്ഞു, അല്ല അത് പിന്നെ അത് കേട്ടപ്പോൾ ഭവാനി പറഞ്ഞു, ദേ വെറുതെ കള്ളത്തരം പറഞ്ഞുകൊണ്ട് വരുന്ന ഇവൾക്ക് എവിടുന്നോ ഈ മാല കിട്ടിയതാ, അല്ലാതെ ഇതൊന്നും അല്ല സത്യാവസ്ഥ, ഈ മാല എവിടുന്നോ കിട്ടിയതാ, അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. മിക്കവാറും അച്യുതന് എവിടുന്നേലും ഈ മാല കിട്ടിക്കാണും, എന്നിട്ടോ ഇതും പൊക്കി പിടിച്ച് ഇവൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന കള്ളത്തരം പറഞ്ഞോണ്ടാ, നമ്മളൊന്നും വിശ്വസിക്കരുത് അമ്മേ, ഇവളിപ്പം തന്നെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും ഭൂമി പറഞ്ഞു, എനിക്കറിയാം നിങ്ങളിതൊക്കെ പറയുമെന്ന്, അതുകൊണ്ട് വേറെ അടയാളം കൂടെ ഉണ്ട് എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ആ മുടി അങ്ങോട്ട് മാറ്റിയിട്ട് ആ കഴുത്തേൽ അവിടെയായിട്ടൊരു മറുകൊണ്ട് അതങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഒരു കാക്കപ്പുള്ളി കണ്ടു എന്ന് പറഞ്ഞു. പെട്ടെന്ന് സത്യദാസിന് മനസ്സിലായി തൻ്റെ മോളാണിതെന്ന്. കാരണം അഭിരാമിക്ക് ഇങ്ങനെ തന്നെയായിരുന്നു, കുഞ്ഞൊരു മറുകുണ്ടായിരുന്നു ഇവിടെ തന്നെ, അതൊരു അടയാളമായിരുന്നു. മകൾ അന്ന് തിരിച്ചറിഞ്ഞു. ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി. അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു, മോളെ ഇത്രയും നാൾ ഇന്ന് എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു. അതെ, ഇത്രയും നാളും എനിക്കറിയണ്ടായിരുന്നില്ല എൻ്റെ അച്ഛൻ ഇതായിരുന്നു എന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞേ. പിന്നെ എൻ്റെ സ്വന്തം അച്ഛൻ എന്നെ നഷ്ടപ്പെടാൻ കാരണം ഈ വീട്ടിലൊരാളാന്ന് പറഞ്ഞു. ഈ വീട്ടിലൊരാളോ? അത് ആരാന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഭവാനിയുടെ നേർക്ക് കൈ ചൂണ്ടുവേണം. ഭവാനി ഒരു നിമിഷം അന്താളിപ്പോടെ നിൽക്കുക. ഇവളോന്ന് ചോദിച്ചു. അതെ, ഇവരാണ് എൻ്റെ തിരോധാനത്തിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞു. സത്യദാസം കൂടി ചെന്ന് ഭവാനിയെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുവാണ്. അപ്പം അതിൻ്റെ കഥകളൊക്കെ കാണാൻ പോകുന്നത്. ഒരുപക്ഷെ ഇത് ഭവാനി സ്വപ്നം കാണുന്നതായിരിക്കാം.
കാരണം കത്ത് അജയുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഇതാന്ന് ഓർത്തോണ്ട് ചിലപ്പം സ്വപ്നം കാണുന്നതായിരിക്കാം. അപ്പോൾ സ്വപ്നമാണോ സത്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാട്ടോ. എന്താണല്ലോ ഒരു കാര്യം ഉറപ്പായി, ഭവാനിയുടെ നെഞ്ചത്ത് ഉറപ്പായിട്ടും ഭൂമി റീത്ത് വെക്കുക തന്നെ ചെയ്യും. സത്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യും. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.